പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും US ടാക്സിന്റെ ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്തില്ലേലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എത്ര തന്നെ വലിയ എമൗണ്ട് നമുക്ക് വന്നാലും അതിന്റെ 30% കട്ടാകും. അത് ഇങ്ങനെ അല്ലെങ്കിൽ തന്നെയും നമ്മുടെ കട്ടാകും ഒരു 15%. പക്ഷേ അത് കട്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ US നിന്നുള്ള വ്യൂസിന്റെ, അതായത് നമ്മുടെ ചാനലില് US നിന്നുള്ള വ്യൂസ് എത്ര ആണോ അതിന്റെ 15% മാത്രമായിരിക്കും കട്ടാകുന്നത്. അപ്പോൾ നമുക്കത് 30% കട്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു പാൻ കാർഡിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പാൻ കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഫില്ല് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ മുന്നോട്ട് പോകാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്രോം വഴി ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇതേമാതിരി നമ്മുടെ പേജ്, നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഇതേമാതിരി ആ പേജ് ഓപ്പൺ ആവും. ഇങ്ങനെ ഓപ്പൺ ആയ ഈ പേജിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് യെല്ലോ കളറിൽ 1ഉം 2ഉം കാണുന്നിടത്തായിട്ട് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ പേജിലോട്ട് മാറും. അതായത് ഒന്നാമത്തെ പേജിൽ നിന്ന് രണ്ടാമത്തെ പേജിലോട്ട് അത് മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് മാനേജ് ടാക്സ് ഇൻഫോ എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേമാതിരി പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ആഡ് ടാക്സ് ഇൻഫോ എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെയായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കാണാനായിട്ട് സാധിക്കും. ഇവിടെയായിട്ട് നമുക്ക് സ്റ്റാർട്ട് ഫോം എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒന്നുകിൽ നിങ്ങളുടെ പാസ് കീ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോവുക. അതിനുശേഷം നമുക്ക് ഇവിടെയായിട്ട് ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് US ടാക്സ് ഫോം ഇൻഫോ എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇൻഡിവിജ്വൽ എന്നും നോൺ ഇൻഡിവിജ്വൽ എന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഇൻഡിവിജ്വൽ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് RU a സിറ്റിസൺ ഓർ റെസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് ഇവിടെ ചോദ്യമുണ്ട്. അപ്പോൾ അതിന് ആൻസർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ USA സിറ്റിസൺ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നോ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തായിട്ട് ഈ താഴെയായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഫോം ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ ഫോമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് W8BEN ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പ്രത്യേകം ഓർക്കുക, നമ്മൾ രണ്ടാമത്തെ ഫോം അല്ല സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് W8ECI ആണ്. ഇത് അല്ല നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യത്തെ W8BEN ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് W8BN ഫോം എന്ന് കാണാൻ സാധിക്കും. ഇവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് 8BN ടാക്സ് ഫോം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ടോപ്പിലായിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ US ഫോമിൽ പല പല സ്ഥലങ്ങളിൽ സേഫ്റ്റി പർപ്പസിനായിട്ട് പല ഇടങ്ങൾ അത് മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ഞാൻ പറയുന്ന രീതി മാത്രം ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ബ്ലർ ചെയ്യുന്നത് സേഫ്റ്റി പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് പോവുക. അതിന് താഴെയായിട്ട് നമുക്ക് കൺട്രി സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൺട്രി ഏതാണോ ആ കൺട്രി നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കൺട്രി ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫോറിൻ പിൻ എന്ന് കാണാൻ സാധിക്കും. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇതിന് ഒരു പാൻ കാർഡ്, നമ്മുടെ പാൻ കാർഡ് ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പാൻ കാർഡ് നമ്പറാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ തൊട്ട് താഴെയായിട്ട് നെക്സ്റ്റ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി നമുക്ക് ഈ ഓപ്പൺ ആയ പേജിൽ ഇവിടെയായിട്ട് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. മുകളിലത്തെ കോളത്തിൽ നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പെർമനന്റ് അഡ്രസ്സ് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് കാണുന്ന കോളത്തിൽ സെയിം അഡ്രസ്സ് തന്നെ കൊടുക്കണം. പ്രോപ്പറായിട്ട് തന്നെ ആദ്യത്തെ കോളം ടച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പെർമനന്റ് അഡ്രസ്സും പ്രോപ്പറായിട്ട് ആ അഡ്രസ്സ് കൊടുക്കുക. അതേ അഡ്രസ്സ് തന്നെ താഴത്തെ കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിൽ കൊടുത്ത അഡ്രസ്സ് തന്നെ താഴെ വരുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക.
രണ്ടാമത്തെ കോളത്തിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ പേജിൽ നമുക്ക് മുകളിലായിട്ട് ടാക്സ് ട്രീറ്റി എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിൽ രണ്ട് ഓപ്ഷൻ ഇവിടെ നമുക്ക് താഴെയായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് രണ്ടാമത്തെ യെസ് ഐ ആം എലിജിബിൾ ഫോർ എ റെഡ്യൂസ് വിത്ത് ഹോൾഡിംഗ് റേറ്റ് എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് കാണുന്ന കോളത്തിൽ ടച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ കൺട്രി ഏതാണോ ആ കൺട്രി നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൺട്രി ഏതാണോ ആ കൺട്രിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെയായിട്ട് നമ്മൾ കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്പെഷ്യൽ റേറ്റ് ആൻഡ് കണ്ടീഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് 3 കോളം കാണാനായിട്ട് സാധിക്കുന്നത്. ആ 3 കോളമാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് ഫിൽ ചെയ്യേണ്ടത്. വളരെ സൂക്ഷ്മതയോട് ഫിൽ ചെയ്യണം. അതിനായിട്ടാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആദ്യത്തെ കോളം സെലക്ട് ചെയ്യാം. നമ്മൾ ആദ്യത്തെ കോളം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നമുക്ക് ആർട്ടിക്കിൾ 12 ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെയായിട്ട് ടച്ച് ചെയ്താൽ തന്നെയും ആർട്ടിക്കിൾ 12 ആയിരിക്കും വരുന്നത്. അതങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ആർട്ടിക്കിൾ 12. അത് നിങ്ങൾ നോക്കുക ആർട്ടിക്കിൾ 12 ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 12 സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ആ കോളത്തിൽ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം 15% റെഡ്യൂസ്ഡ് എന്നുള്ളത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, 15% റെഡ്യൂസ്ഡ്. ഓക്കെ, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള കോളത്തിൽ ടച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കോളം വരും. ആ കോളത്തിൽ ടച്ച് ചെയ്താലാണ് അടുത്ത ഓപ്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ കോളത്തിൽ നമ്മൾ ടച്ച് ചെയ്യാം. ഇവിടെയായിട്ട് ഈ കോളത്തിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആർട്ടിക്കിൾ 7 ആണ്. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഉള്ള കോളത്തിൽ സെലക്ട് ചെയ്യേണ്ടത് 0% റെഡ്യൂസ്ഡ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള കോളത്തിൽ ടിക്ക് ചെയ്യുക. ഈ കോളത്തിൽ നമ്മൾ ആർട്ടിക്കിൾ 12 ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ 15% റെഡ്യൂസ്ഡ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയുള്ള കോളം ടിക്ക് ചെയ്യുക. ഇങ്ങനെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെയായിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് പെർഫോംഡ് ഇൻ ദ US എന്നുള്ളതിൻ്റെ താഴെയായിട്ട് എസ് എന്നും നോ എന്നും ഉണ്ട്. അതിൽ നമ്മൾ നോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ നോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഏറ്റവും താഴെയായിട്ട് ഐ അക്സെപ്റ്റ് എന്നുള്ള കാണുന്നിടത്ത് ഒരു കോളം കാണാം. ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. ഇവിടെയായിട്ട് നിങ്ങൾ ഗെറ്റ് ഡോക്യുമെന്റ്സ് ബൈ പോസ്റ്റ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് സെലക്ട് ചെയ്യുക. അതായത് രണ്ടാമതായിട്ടുള്ള ഗെറ്റ് ഡോക്യുമെന്റ്സ് ബൈ പോസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ നെക്സ്റ്റ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ പേജ് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് ഇത് നിങ്ങൾ എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ തൊട്ട് താഴെയായിട്ട് ഇവിടെയായിട്ട് ഒരു കോളം കാണാം. ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ നെക്സ്റ്റ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഈ ഓപ്പൺ ആയ പേജിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരു കോളം കാണാം. ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഈ താഴെയായിട്ട് 2 ഓപ്ഷൻ കാണാം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ യെസ് ഐ ആം ദ ബെനിഫിഷ്യൽ ഓണർ നെയിംഡ് ഇൻ ദ ടാക്സ് ഐഡന്റിറ്റി സെക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വീക്ഷിച്ച് വിലയിരുത്തിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകും. ഇങ്ങനെ നമ്മൾ സബ്മിറ്റ് ഫൈനലായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് വരുന്ന ഇതേ രീതിയിലായിരിക്കും. ടോപ്പിലായിട്ട് നിങ്ങൾക്ക് യുവർ ടാക്സ് ഇൻഫോ ഹാസ് ബീൻ അക്സെപ്റ്റഡ് എന്ന് കാണാൻ ഇവിടെ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെയായിട്ട് നമുക്ക് അപ്രൂവ്ഡ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെയും തൊട്ട് താഴെയായിട്ട് ഇവിടെ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് 3 ക്ലെയിംഡ് എന്ന് കാണാൻ സാധിക്കും. 3 ഇടത്തായിട്ട് ക്ലെയിംഡ് 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 എന്ന് ഇങ്ങനെ 3 ഇടത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ഫൈനലായിട്ട് ഇതേ രീതിയിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റായ രീതിയിൽ തന്നെ നമ്മൾ US ഫോം ഫിൽ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് അപ്രൂവ് ആയി കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.